ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 1, ശ്ലോകം 6. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായ വലികേളികാരം ലാവണ്യസൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലേനമൃതസ്യന്ത്യ സന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകാനാം വരനുകലയേ മാരുതാകാരനാഥ. പദം തത്തേ പ്രത്യക്ഷ ധാര ധര ലളിത കളായ ആവലി കേളികാരം ലാവണ്യസ്യ ഏകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യ അവതാരം ലക്ഷ്മി ശങ്കലീലാ നിലയനം അമൃതസ്യന്ത സന്തോഷം അന്ത സിഞ്ചത് സഞ്ചിന്തകാന വപു അനുകലേ മാരുത ആകാരനാഥ. അർത്ഥം: അല്ലയോ ഗുരുവായൂരപ്പ, പുതിയ കാർമേഘത്തിൻ്റെയും കായാമ്പ് കുലകളുടെയും കൃഷ്ണവർണ്ണമായ അഴകിനെ പരിഹസിക്കുന്നതും സൗന്ദര്യത്തിൻ്റെ ഏകസത്തായതും പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പൂർണ്ണമായ പുണ്യത്തിൻ്റെ അവതാരവും ലക്ഷ്മീദേവിക്ക് നിശങ്കമായി കളിയാടാനുള്ള സ്ഥാനവും ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃതത്തിൻ്റെ ഒഴുക്കിനെ വർഷിക്കുന്നതുമായ അങ്ങയുടെ ശുദ്ധ സത്വരൂപമായ ആ ശരീരത്തെ ഞാൻ ധ്യാനിക്കുന്നു. ശ്ലോകം 7. കഷ്ടാദി സൃഷ്ടിചേഷ്ട ബഹുതരഭവഖേദാവകാ ജീവപാജ ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മദ്യാഭിജാനേ നോ ചേ ജീവാ കഥം വാ മധുരതരമിദം തദ്വപുഛിദ്രസാദ്രം നേത്രൈ സ്തോത്രൈ ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. പദം കഷ്ടാദി സൃഷ്ടിചേഷ്ട ബഹുതര ഭവ ഖേദ ആവഹ ജീവഭാജ ഇതി ഏവം പൂർവം ആലോചിതം അജിത മയാ ന ഏവം അദ്യ അഭിജാനേ നോ ചേത് ജീവാ കഥം വാ മധുരതരം ഇദം ത്വദ്വപു ചിദ്രസ ആർദ്രം നേത്രൈ സ്തോത്രൈ ച പീത്വാ പരമരസസുധ അംഭോധി പൂരേ രമേരൻ. അർത്ഥം: അജിതനായ ഭഗവാനെ, നിന്തിരുവടിയുടെ സൃഷ്ടിച്ചേഷ്ട ജീവികൾക്ക് പലതരത്തിലുള്ള സംസാര ദുഃഖങ്ങൾ ഉണ്ടാകുന്നതാകയാൽ കഷ്ടമാണ് എന്ന് ഞാൻ മുൻപ് കരുതിയിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അങ്ങയുടെ സൃഷ്ടി വ്യാപാരം സ്വീകരിച്ചില്ലെങ്കിൽ ജീവികൾ ഛിദ്രസാദ്രവും മധുരതരവുമായി കാണപ്പെടുന്ന ഈ മൂർത്തിയെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും പാനം ചെയ്ത് പരമരസമാകുന്ന സുധാസമുദ്രപുരത്തിൽ എങ്ങനെ രമിക്കാൻ ഇടയാകും? ശ്ലോകം 8. നമ്രാണാം സന്നിധസ്ഥേ സതതമവിപുരസ്ഥൈരനഭ്യർത്ഥിതാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. പദം നമ്രാണാം സന്നിധസ്സേ സതതം അപി പുരതൈ അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമ ആനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യ നിരവധിക ഫല പാരിജാത ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥവ്രജ അയം. അർത്ഥം: ഭഗവൻ നിന്തിരുവടി നമിക്കുന്നവരുടെ മുൻപിൽ എല്ലായ്പ്പോഴും എത്തിച്ചേരുന്നു. അവർ ആവശ്യപ്പെടാത്ത കാമങ്ങളെയും പുരുഷാർത്ഥങ്ങളെയും പരമാനന്ദസാന്ദ്രമായ ഗതിയെയും എപ്പോഴും അവർക്ക് നൽകുന്നു. ഇങ്ങനെ ഏവർക്കും ലഭിക്കാവുന്നതും
അവധിയില്ലാത്ത ഫലം നൽകുന്നതുമായ പാരിജാതമാണ് അങ്ങ്. അപ്പോൾ ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള പാരിജാതത്തെ എന്തിനു ചിന്തിക്കണം? ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലുപരി സ്വാത്മതസ്ത്വം വിശേഷ ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം തൈയുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യ ത്വം ചാത്മാരാമായേവേത്യതുലഗുണഗണാധാരശൗരേ നമസ്തേ. പദം. കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മത ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശതേ അന്യേ ജഗതി പരജനേ സ്വാത്മന അഭി ഈശ്വര ത്വം ത്വയി ഉച്ചൈ ആരമന്തി പ്രതിപദമധുരേ ചേതന സ്ഫീതഭാഗ്യ ത്വം ച ആത്മാ രാമ ഏവ ഇതി അതുല ഗുണഗണ ആധാര ശൗരേ നമഃ തേ. ഭഗവാനെ, മറ്റ് ദേവന്മാർ കാരുണ്യം കൊണ്ട് മറ്റു കാര്യങ്ങൾ നൽകുന്നു എന്ന് തീർച്ച. ഗുരുവായൂരപ്പനാകട്ടെ ഭക്തരുടെ കാമങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ഭക്തർക്ക് നൽകുന്നു. മറ്റ് ദേവന്മാർ ഐശ്വര്യം കൊണ്ട് ഈ ലോകത്തിൽ അന്യന്മാരുടെ കാര്യത്തിൽ ഈശ്വരന്മാരാണ്. അങ്ങ് സ്വന്തം ആത്മാവിന് കൂടി ഈശ്വരനാണ്. വർദ്ധിച്ച ഭാഗ്യമുള്ള ജീവാത്മാക്കൾ പ്രതിപദമധുരനായ നിന്തിരുവടിയിൽ രമിക്കുന്നു. അങ്ങാകട്ടെ ആത്മാരാമനാണ്. ഇങ്ങനെ തുല്യതയില്ലാത്ത ഗുണഗണങ്ങൾക്ക് ആധാരഭൂതനായ ശൗരി, അങ്ങേക്ക് നമസ്കാരം. ശ്ലോകം 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈച്ചോപഹീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാവിദേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവശബ്ദമുഖ്യാശ്രയോസി. ഐശ്വര്യം ശങ്കര ആദി ഈശ്വര വിനിയമനം വിശ്വതേജഹരാണാം തേജസ്സംഹാരി വീര്യം വിമലം അഭി യശ നിസ്പൃഹൈ ച ഉപഗീതം അംഗാസംഗ സദാ ശ്രീ അഖിലവിത് അസിന ക്വ അഭിദേ സംഘവാർത്ത തദ്വാദ ആകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ അസി. അർത്ഥം. മുരഹരനായ അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഐശ്വര്യം ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരെ നിയന്ത്രിക്കുന്നു. അങ്ങയുടെ വീര്യം വിശ്വ തേജോഹരന്മാരുടെ തേജസ്സിനെ സംഹരിക്കുന്നതാണ്. അങ്ങയുടെ യശസ്സാകട്ടെ അത്യന്തം വിമലവും നിസ്പൃഹന്മാരാൽ പോലും ഉപഗീതവുമാണ്. ലക്ഷ്മീദേവി സദാ അങ്ങയുടെ അംഗങ്ങളിൽ അസംഖ്യയായിരിക്കുന്നു. അങ്ങ് എല്ലാം അറിയുന്നവനാണെങ്കിലും അങ്ങേക്ക് ഒന്നിനോടും സംഘത്തിൻ്റെ വാർത്താബന്ധം പോലും ഇല്ല. അതിനാൽ അങ്ങ് ഭഗവത് എന്ന ശബ്ദത്തിൻ്റെ മുഖ്യ ആശ്രയമായി ഭവിക്കുന്നു. നിർത്തട്ടെ. ഹരി ഓം തത് സത്.